Hello dears, welcome back to my channel. Calicut University second semester MDC second module ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ 3 പാർട്ട് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. രണ്ടാമത്തെ മൊഡ്യൂൾ തിരക്കഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ചലച്ചിത്രത്തിന്റെ ആരംഭ ബിന്ദു എന്ന് പറയുന്നത് തിരക്കഥയാണ്. ഒരു കഥാതന്തുവിനെ ചലച്ചിത്രത്തിന് വേണ്ടി മാറ്റി പറയലാണ് തിരക്കഥ. വാക്കുകളുടെ കല ദൃശ്യങ്ങളുടെ കലയാവുന്നതിൻ്റെ മധ്യവർത്തിയായിട്ട് തിരക്കഥ പ്രവർത്തിക്കുന്നു. ഓരോ സമയത്തും എന്ത് കാണിക്കണം, എന്ത് കേൾപ്പിക്കണം എന്നതിൻ്റെ ഒരു പ്ലാനാണ് ഇത്. അതായത് ഇപ്പോൾ ഒരു നോവലോ കഥയോ നമ്മൾ സിനിമയാക്കുന്ന സമയത്ത് അത് ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി എഴുതുകയാണ്. അതായത് ചലച്ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ നോവലിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മൾ മാറ്റി എഴുതുമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ് ഈ തിരക്കഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിനിമാ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളാണുള്ളത്. 1 ആശയവികാസം, 2 ആസൂത്രണം, 3 ഉൽപ്പാദനം, 4 പുനരുൽപ്പാദനം, 5 വിതരണം. ഇനി നമുക്ക് സിനിമാ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രമേയം, 2 ഇതിവൃത്തം, അതായത് കഥ കണ്ടെത്തിയിട്ട് വിശ്വസനീയമായ രീതിയിൽ എഴുതുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 1 ലൈൻ, വളരെ ചുരുങ്ങിയ നിലയിൽ കഥയെ വിവരിക്കുക. അടുത്തത് ട്രീറ്റ്മെൻറ്റ്, കഥയെ ഷോട്ടുകളാക്കി മാറ്റി സിനിമ ഹാസ്യമാണോ ഗൗരവമാണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. കഥ ആദ്യം, വികാസം, കഥ അന്ത്യം, കഥാപാത്രങ്ങൾ, പ്രധാന സംഭവങ്ങൾ ഇതൊക്കെ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും. അടുത്തത് വരുന്നത് തിരക്കഥ, സംഭാഷണം, സീനുകൾ നടക്കുന്ന സമയം, കാലം, ക്യാമറ ആംഗിൾ എന്നിവ രേഖപ്പെടുത്തുന്നു. ഏറ്റവും അവസാനത്തെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സ്റ്റോറി ബോർഡാണ്. ചിത്രീകരിക്കേണ്ട രംഗത്തിൻ്റെ പൂർണ്ണ രൂപം നൽകുന്നതാണ് ഈ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. ചലച്ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു കഥയെ മാറ്റിയെടുക്കുന്ന രചനാ രീതിയാണ് ഇത്. തിരക്കഥ വായിക്കാൻ വേണ്ടിയല്ല എഴുതുന്നത്. സിനിമ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരക്കഥാകൃത്ത് ഇത് എഴുതിയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വായനാ ലോകത്തെ തിരക്കഥ മുന്നിൽ കാണുന്നില്ല. സിനിമയിലെ സങ്കേതങ്ങളെ മുഴുവൻ സൂചിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ രചന നിർവഹിക്കുന്നത്. ഒരു സിനിമ പുറത്തിറങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരക്കഥയും പുസ്തക രൂപത്തിൽ ലഭ്യമാകാൻ തുടങ്ങി. അതിനു കാരണം സിനിമ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പഠനത്തിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ് എന്നതാണ്. തിരക്കഥയ്ക്ക് മൂല്യം കൈവരുന്നത് MTA പോലുള്ള എഴുത്തുകാർ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതോടെയാണ്. പത്മരാജൻ, ലോഹിതദാസ്, ശ്രീനിവാസൻ തുടങ്ങി ഒട്ടേറെ തിരക്കഥാകൃത്തുക്കൾ അവരുടെ തിരക്കഥയുടെ പേരിൽ ആദരിക്കപ്പെടുന്നു. താരങ്ങളെ നോക്കി സിനിമയ്ക്ക് പോകുന്ന പതിവിൽ നിന്നും സംവിധായകരെയും തിരക്കഥാകൃത്തിനെയും നോക്കി സിനിമാസ്വാദനത്തിന് പോകുന്ന തരത്തിലേക്ക് മലയാള സിനിമ ആസ്വാദക ലോകത്തെ നയിച്ചത് ഈ പറഞ്ഞ തിരക്കഥാകൃത്തുക്കളൊക്കെയാണ്. മികച്ച ഒരു തിരക്കഥയും അത് ഭാവനാത്മകമായി അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സംവിധായകനുമാണ് സിനിമയുടെ ശക്തി. ഒരു മോശം തിരക്കഥയെ നല്ല സംവിധായകന് മികച്ച സിനിമയാക്കാം. ഏതൊരു സംവിധായകനും മികച്ച ഒരു തിരക്കഥ ഉണ്ടെങ്കിൽ നല്ല സിനിമയുടെ സ്രഷ്ടാവാകാം. രണ്ടാമത്തെ മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക്ക് ബെന്യാമിൻ്റെ ആടുജീവിതവും ബ്ലസ്സിയുടെ സിനിമയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനോടും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടുപോയ നജീബിൻ്റെ പ്രവാസ ജീവിതത്തോടും പൂർണ്ണമായും നീതി പുലർത്തുന്ന സിനിമയാണ് ആടുജീവിതം. പ്രതികാരം, സ്നേഹം, പ്രണയം, വാത്സല്യം തുടങ്ങിയവ ആസ്വാദക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ലഘു നോവലിൻ്റെ അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ അടക്കി വെച്ചിട്ടുള്ള നജീബിൻ്റെ അതിജീവന സംഘർഷങ്ങളും ആത്മസംഘട്ടനങ്ങളും നിറഞ്ഞ ഇതിവൃത്തത്തെ ഗംഭീരമായി പകർത്താൻ കഴിഞ്ഞ സ്ക്രിപ്റ്റിങ്ങും സംവിധാനവും സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും കലാസംവിധാനവും നിലവിൽ മത്സരിക്കുകയാണ് ഈ സിനിമയിൽ. കൊല്ലങ്ങളോളം നീണ്ട ചിന്തയും മനനവും ഗവേഷണവും പ്രയത്നങ്ങളും സൃഷ്ടിച്ചെടുത്തിട്ടുള്ള സംവിധാന സൂക്ഷ്മതയും പിഴവില്ലാത്ത സംവിധായകൻ്റെ സീല് പതിപ്പിച്ച ഒരു ക്ലാസിക്സിൻ്റെ പിറവിക്ക് കാരണമായി. ഗൾഫിൽ ജോലി തേടിയെത്തി കാട്ടറബിയുടെ കയ്യിൽപ്പെട്ട് മരുഭൂമിയിൽ പെട്ടുപോകുന്ന നജീബ് എന്ന മലയാളിയുടെ അതിജീവനത്തിൻ്റെ വാങ്മയ ചിത്രം ബെന്യാമിൻ വായനക്കാരൻ്റെ ഭാവനയിൽ വരച്ച് തെളിയിച്ചെടുത്ത അതേ ദൃശ്യമിഴിവ് വെള്ളിത്തിരയിൽ ആവിഷ്കരിക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നജീബ് എന്ന കഥാപാത്രം പിറന്ന മണ്ണിനെയും ജീവിതം പങ്കിട്ട പെണ്ണിനെയും നനവും വെള്ളവും നിറഞ്ഞ സ്വപ്നങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും മാത്രമാണ് ആദ്യ അവസാനം വരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ജലസമൃദ്ധിയുടെയും പ്രണയസമൃദ്ധിയുടെയും പച്ചപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് നജീബ് പെട്ടുപോയത്.
മരുഭൂമി എന്ന യാഥാർത്ഥ്യത്തെ ബ്ലസ്സി ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ കേരളത്തിൻ്റെ പച്ചപ്പിലേക്ക് നജീബിൻ്റെ ഓർമ്മകളിലൂടെ എത്തിനോക്കി മരുഭൂമി എന്ന അനിശ്ചിത യാഥാർത്ഥ്യത്തെ പ്രേക്ഷകരുടെ കാഴ്ചകളിലും ചിഹ്നങ്ങളിലും നിറയ്ക്കുമ്പോൾ സൃഷ്ടിക്കുന്നത് കുളിർമയുള്ള ഭൂതകാലത്തിൻ്റെയും വരണ്ടുണങ്ങിയ വർത്തമാനത്തിൻ്റെയും സൂചനകളാണ്. ആടുജീവിതവും മരുഭൂമിയും മണൽക്കാറ്റും അതിജീവിച്ച പാലായനത്തിനോടൊപ്പം നിന്നുപൊള്ളാൻ പ്രേക്ഷക മനസ്സുകൾ പാകപ്പെടുമ്പോൾ ഈ ഒരു സിനിമ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണ്. ഇതോടുകൂടി രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.